നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒരു വ്യക്തി നന്നായാൽ കുടുംബം നന്നാകുന്നു, കുടുംബം നന്നായാൽ സമൂഹം നന്നാകുന്നു, സമൂഹം നന്നായാൽ രാജ്യം, പിന്നെ ലോകം, അങ്ങനെ എല്ലായിടത്തും ശാന്തിയും സമാധാനവും ഒക്കെ നിറയുന്നു. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മളവിടെ കാണേണ്ടത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ചേർത്ത് പിടിക്കുന്ന കുടുംബത്തിൻ്റെ കാര്യമാണ്. എന്ന് പറഞ്ഞു വരുന്നത് ഇന്ന് ഇൻ്റർനാഷണൽ ഡേ ഫോർ ഫാമിലീസാണ്. കുടുംബത്തിന് വേണ്ടിയുള്ള ദിവസം, കുടുംബത്തിൻ്റെ പ്രാധാന്യം, നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ചു നിർത്തേണ്ടതിൻ്റെ പ്രാധാന്യം, നമ്മുടെ വരും തലമുറയ്ക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്മയും നല്ലതും പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇനിയുള്ള ലോകത്തേക്ക് ഏറ്റവും ആവശ്യമായതും അതേ ഘടകം തന്നെയാണ്. എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങൾക്കും നല്ലൊരു ദിവസം നേരുന്നു, നല്ല ആശംസകൾ നേരുകയാണ് ഈ ദിവസം. ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളും ഒപ്പം ചരിത്രപരമായ നിമിഷങ്ങളിലേക്കൊക്കെ കടക്കുന്ന ദിവസം കൂടിയാണ്. പ്രധാനമായും പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ മുൻപ് പല തവണയും പറഞ്ഞിട്ടുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരുപക്ഷെ ഇത്തവണ ആ സമാധാനം സാധ്യമായേക്കുമെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ പ്രിയദർശിനി പദ്ധതി, KSRTCയുടെ പ്രിയദർശിനി പദ്ധതി UDFിൻ്റെ പ്രകടന പത്രികയിലെ നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു വാഗ്ദാനമായിരുന്നു. അത് UDF സർക്കാർ നടപ്പിലാക്കുന്നു. മെയ് 15 മുതൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന ആ പ്രിയദർശിനി പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. എന്തൊക്കെയാകും ഇതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങളെന്നൊക്കെ വരും ദിവസങ്ങളിൽ നെഗറ്റീവും പോസിറ്റീവുമായ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിൽ കൂടിയും എന്തായിരിക്കും ഇതിൻ്റെ വരും ദിവസങ്ങളിലുള്ള ഇതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ, പ്രതിഫലനം? നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അറിയാവുന്നതാണല്ലോ. സ്വാഭാവികമായും എന്ത് സംഭവിക്കുമെന്നത് നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരുപക്ഷെ ഈ ജെൻഡർ ൻ്റെ ബേസിലായിരിക്കരുതായിരുന്നു ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു സൗജന്യങ്ങൾ. നമുക്ക് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ആ ഒരു അന്തരം കുറയ്ക്കാനുള്ള, പാവപ്പെട്ടവനത് ആണോ പെണ്ണോ ഒക്കെ ആയിക്കൊള്ളട്ടെ, അവിടെയായിരുന്നു ഒരുപക്ഷെ കൃത്യമായി ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ നമ്മൾ കാശ് സംഭരിക്കുന്നത് അല്ലെങ്കിൽ അത് സേവ് ചെയ്യുന്നത് ആണിനായാലും പെണ്ണിനായാലും ഒരുപോലെ യൂസ്ഫുൾ തന്നെ ആകേണ്ടതാണ്.